കോഴിക്കോട് പേരാമ്പ്രയിൽ കുറുക്കന്റെ ആക്രമണം. പെൺകുട്ടിക്കും വയോധികനും കടിയേറ്റു. നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ത്? സമീറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ കുറുക്കന്റെ ആക്രമണമുണ്ടായി. അതിൽ പെൺകുട്ടിക്കും വയോധികനും കടിയേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, സമീർ. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇതോടൊപ്പമാണ് ഇപ്പോൾ കുറുക്കന്റെ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. പേരാമ്പ്രയിലാണ് 2 പേർക്ക് കടിയേറ്റിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെയാണ് കടിച്ചിരിക്കുന്നത്. 11 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ കാലിലാണ് കടിച്ചിരിക്കുന്നത്. ഈ കുട്ടി അവരുടെ ബെഡിൽ കിടക്കുകയായിരുന്നു. ആ വേളയിലാണ് വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ വേളയിലാണ് വീട്ടിനകത്തേക്ക് ഈ കുറുക്കൻ ഓടിക്കയറുകയും ഈ കുട്ടിയുടെ കാലിൽ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതോടൊപ്പം തന്നെയാണ് ഇവരുടെ അയൽവാസിയായിട്ടുള്ള 80-കാരൻ രാജനും കടിയേറ്റിട്ടുണ്ട്. കാവുംപറമ്പിൽ രാജനാണ് കടിയേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തിനും കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ കുത്തിവയ്പ്പ് എടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പ്രദേശവാസികളെല്ലാം തന്നെ ഈ കുറുക്കനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു ആശങ്കയോടുകൂടിയാണ് ഈ പ്രദേശവാസികൾ മുന്നോട്ട് പോകുന്നത്. തെരുവുനായ ശല്യത്തിനൊപ്പം ഇപ്പോൾ കുറുക്കന്റെ ആക്രമണം കൂടി ഉണ്ടായത്. സമീർ സി മുഹമ്മദ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.